ഇപ്പോൾ ലീഡ് നിലയൊന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. UDF ആയിരിക്കുമോ LDF ആയിരിക്കുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറിഞ്ഞൊരുക്കുന്നുണ്ട്. ആദ്യം LDF വൻ ലീഡായിരുന്നു തുടക്കത്തിൽ, വോട്ടെണ്ണി തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ UDFിലേക്ക് വരുന്നു. 11ാം മണിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് ആകെ മാറുന്ന അവസ്ഥയിലേക്കാണ്. ഈ എക്സിറ്റ് പോളുകൾ ആകെ പിഴയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഇപ്പോൾ. പ്രിയൻ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് എക്സിറ്റ് പോളിലൊന്നും വിശ്വാസമില്ല. വോട്ട് ചെയ്യണ ജനങ്ങളാണ്. അവർ തുറന്ന് പറയാത്തിടത്തോളം കാലം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഈ കണ്ടത് മുഴുവൻ ഒരു അസംഷൻ്റെ പുറത്തങ്ങ് എഴുതി പിടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഒരു 90% കേസിലും എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട്. നമ്മളത് പറയാറില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇപ്പോൾ ഇവിടെ കേരളത്തിലിപ്പോൾ ഈ ഭരണകക്ഷിയും പിന്നെ പ്രതിപക്ഷവും, അതായത് CPIM-ൻ്റെ LDF-ഉം കോൺഗ്രസിൻ്റെ UDF-ഉം തമ്മിലുള്ള എക്സിറ്റ് പോളുകൾ ഞാൻ നോക്കിയപ്പോൾ എപ്പോഴും ഒരു 10 സീറ്റിൻ്റെ വ്യത്യാസമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 10 സീറ്റിൻ്റെ പുറത്ത് അധികം പോയിട്ടില്ല താനും. ഇപ്പോൾ അതേസമയം ആ 10 സീറ്റിൻ്റെ ഇതൊക്കെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് UDF ഇപ്പം മുന്നേറുന്നത്. ദെൻ BJPക്ക് സീറ്റൊന്നും കിട്ടില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ 3 സീറ്റോ 2 സീറ്റിലോ 3 സീറ്റിലോ ഒക്കെ അവർ മുന്നേറും. അതും അവരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണ്. അല്ല, ഒരു സീറ്റ് ആണെങ്കിലും NDAക്ക് ഇത് നേട്ടമാണ്. NDAക്ക് നേട്ടമാണെന്ന ഒരു കാര്യമുണ്ട്. അത് BJPയുടെ വോട്ട് കൊണ്ടാണ് അവിടെ ഈ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നത്. മറ്റേ എന്താ പറയുന്നത്, BJP പ്രതീക്ഷിച്ച പോലെ അവരുടെ സഖ്യകക്ഷികളിൽ നിന്ന്, അതായത് അവർ ആരൊക്കെ ആയിട്ടാണോ സഖ്യം ഉണ്ടാക്കി അവരിൽ നിന്ന് അവർക്ക് കോൺട്രിബ്യൂഷനും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പ്രത്യേകിച്ച് ക്രൈസ്തവരൊന്നും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ ഇപ്പോഴേ തന്നെ പറയാം. അത് ഇങ്ങനെ ആയിരുന്നില്ല. ക്രൈസ്തവർ വോട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാറ്റേണിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ പിണറായി വിജയൻ്റെ കേസിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് കാണാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പായിരുന്നിരിക്കണം ഇത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അവിടെ പിണറായിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയില്ല. നല്ലോണമാണെങ്കിൽ അദ്ദേഹത്തിന് രാജിക്കത്ത് എഴുതി അയച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അവിടെ നിന്ന്. ഞാനാണ് വരൂല കേട്ടോ ആ സ്ഥാനത്ത്, ഇത്രയും കായിക സ്ഥിതിക്ക്. ദെൻ അത് വരട്ടെ, നമുക്ക് ഇനിയും ഉണ്ടല്ലോ അല്ലേ ഓരോ മുന്നേറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പണ്ട് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഇതേപോലെയായിരുന്നു. എല്ലാം പോയി, അടപടലം പോയി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് BJPയും. അതുപോലെ മഹാരാഷ്ട്രയിലെ ബീഹാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. 60-65 സീറ്റ് വരെ കോൺഗ്രസ് നേടിയെന്നും പറഞ്ഞു വന്നിരുന്നു. മാധ്യമങ്ങൾക്ക് ഈ കോൺഗ്രസിനോട് ഭയങ്കര സ്നേഹമാണ്. എങ്ങനെയെങ്കിലും തോപ്പിച്ചേ അടങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വെച്ചാണ്. ഇപ്പോൾ എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയ ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. അപ്പോൾ സ്റ്റാലിൻ തോറ്റു എന്നാണ് ഞാൻ അറിയണം, തോറ്റുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ അറിയണം. അവിടെ എന്താ ഈ സ്റ്റാലിൻ്റെ മകനും പിന്നെ മന്ത്രിസഭയിലെ മറ്റു അംഗങ്ങളൊക്കെ വളരെ വളരെ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടായ 2011 വരെ സ്റ്റാലിനൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ പെട്ടുപോയി. ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ അഴിമതിക്ക് കൈയും കാലും വെച്ച ആൾരൂപമാണ് സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനും സ്റ്റാലിൻ്റെ മരുമകനും. അപ്പം അതുകൊണ്ട് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി. പക്ഷേ അതിൽ കൗതുകകരമായത് ഈ സിനിമാ നടൻ വിജയ് ജോസഫ്, അയാൾക്ക് 100-ലധികം സീറ്റുകളായി. അയാൾക്ക് ഇപ്പോൾ 108 സീറ്റിലോട്ട് അയാൾ ലീഡ് ചെയ്യുന്നുണ്ട്. 16 സീറ്റ് മതി. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ അട്ടിമറി നടക്കാം. ഈ DMK-നെ ഡംപ് ചെയ്യും കോൺഗ്രസ്സുകാർ. അവരെന്നിട്ട് വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യും, വിജയനെ സപ്പോർട്ട് ചെയ്യും. കാരണം വിജയ് കത്തോലിക്കനാണല്ലോ. ദെൻ അത് മാത്രമല്ല, മറ്റേ ഡൽഹിയിലുള്ള കെട്ടിലമ്മയും കത്തോലിക്കത്തെയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും കോൺഗ്രസ്സുകാരുടെ അടുത്ത് വിജയനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ യുവരാജാവ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ ഇലക്ഷൻ പ്രചരണത്തിന് പോയപ്പോൾ സ്റ്റാലിൻ ഒരു ചടങ്ങിലും വന്നില്ല. അപ്പോൾ അവർക്ക് അതിലേക്ക് ദേഷ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ DMK-നെ തള്ളി പറഞ്ഞിട്ട് കോൺഗ്രസ് ഇവരുടെ കൂടെ പോകും. കാരണം ചിലപ്പോൾ ഈ വിജയ് അപകർഷണത്തിൻ്റെ ചിലത് എച്ചിലിട്ട് കൊടുക്കുന്ന പോലെ കോൺഗ്രസിന് എന്തെങ്കിലും മന്ത്രിപദമോ ഒക്കെ ഇട്ട് കൊടുക്കാൻ മതി. പിന്നെ VCK എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് ദളിതന്മാരുടെ. അപ്പോൾ അവരും ഈ വിജയുടെ കൂടെ കൂടും. അപ്പോൾ അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ക്രിസ്ത്യൻസ് ആൻഡ് ദലിത്സ്. അവരായിരിക്കും ഭരിക്കാൻ വേണ്ടത്. പുതിയ തലമുറയിൽ
പുതിയ തലമുറയിലെ വോട്ടർമാരെല്ലാവരും, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും, പിന്നെ ജെൻസി എന്ന് നിങ്ങളൊക്കെ പറയില്ലേ, നിങ്ങളൊക്കെ യു ബിലോങ് ടു ദ ജെൻസി കാറ്റഗറി. ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് 25 വയസ്സുള്ള യു ആർ ഓൾസോ ബിലോങ് ടു ജെൻസി. സന്ധ്യവക ജെൻസിയാണ്. അപ്പോൾ അവരൊക്കെ എന്താ പറയുന്നത്, വിജയ്ക്ക് വോട്ട് ചെയ്ത്. കാരണം ദേ ആർ ഫെഡ് അപ്പ്. ഒരു മാറ്റം വരണം എന്നുള്ള ഒരു ആഗ്രഹം അവിടുത്തെ തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ ഇടയിലുണ്ട്. കാരണം ഒന്നാമത്തെ, ജയലളിതയെ പോലെയോ അതല്ലെങ്കിൽ MGRനെ പോലെയോ കരിസ്മ ഉള്ള ഒരു നേതാവ് തമിഴ്നാട്ടിലില്ല ഇപ്പം. എടപ്പാടി പഴനിസ്വാമി, അയാൾ ടോട്ടൽ പരാജയമായിരുന്നു. പന്നീർശെൽവൻ, അയാൾക്ക് യാതൊരു ഗട്ട്സ് എന്ന് പറയുന്ന സംഗതി, നട്ടല്ലെന്ന് പറയുന്ന ഘടകം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണുള്ളത്? പിന്നെ ഉള്ളത് സ്റ്റാലിൻ. ജനങ്ങൾക്ക് വേണ്ടത് എ ട്രാൻസ്പാരൻറ്റ് ആൻഡ് an honest government who is having integrity to the constitution of India. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നുണ്ട്, ഇയാൾ സിനിമയെ കൂടി കൾട്ടിവേറ്റ് ചെയ്തെടുത്ത ഇമേജ് ഉണ്ട്. അതുകൊണ്ട് വനിതകളെല്ലാവരും അയാൾക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അയാളുടെ ഡൈവോഴ്സ്, ഇപ്പോൾ തൃശേനകൾ കെട്ടാൻ പോവാണ് മറ്റേ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട്. അത് ഇതിനകത്ത് വലിയ ഒരു ഘടകമായിട്ടില്ല എന്ന് തോന്നുന്നു. ദെൻ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഈ വിജയുടെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടേ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ പറയും, പോയി വോട്ട് ചെയ്തിട്ട് വാ, വിജയ്ക്ക് പോയി വോട്ട് ചെയ്തിട്ട് വന്നു. അങ്ങനെ പറഞ്ഞു വിട്ട പോയി വോട്ട് ചെയ്യിപ്പിച്ച ആൾക്കാരുമുണ്ട്. സോ ഒരു മാറ്റം തമിഴ്നാടിന് എപ്പോഴും നല്ലതാണ്. ഒരു പ്രത്യേകതയുള്ളത്, ഈ വിജയുടെ കേസിൽ അയാൾ രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാവും. അപ്പോൾ എന്താ പ്രത്യേകത എന്നറിയാമോ? ഇതിന് മുമ്പ് അങ്ങനെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാൾ MGR ആണ്. സിനിമയിൽ നിന്നും നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന, പക്ഷേ അദ്ദേഹം കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ സിനിമയിൽ നിന്ന് നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് വരുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ NT രാമറാവു ആണ്. അത് കഴിഞ്ഞിട്ട് 2 അറ്റംപ്റ്റ് തെലുങ്കുദേശം പാർട്ടി. അത് കഴിഞ്ഞ് 2 അറ്റംപ്റ്റ് ഇവർ നോക്കിയിരുന്നു. എന്താ ഈ ആന്ധ്രാപ്രദേശിൽ അതിന് ചിരഞ്ജീവി എന്ന് പറഞ്ഞൊരു നാട്ടിലുണ്ട്. അയാൾ പ്രജാരാജ്യം എന്ന് വന്നിട്ട് പറഞ്ഞൊരു പാർട്ടി ലോഞ്ച് ചെയ്തു. അതുപോലെ പവൻ കല്യാൺ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്തു. പ്രജാരാജ്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ആൻറ്റി കോൺഗ്രസ് വോട്ടുകളൊന്ന് വിഘടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രജാരാജ്യം പാർട്ടി ലോഞ്ച് ചെയ്തത്. പിന്നെ YSR കോൺഗ്രസ് പിന്നെ ഒന്നാണല്ലോ. ദെൻ ഈ പ്രജാരാജ്യം ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഡിസ്ബാൻഡ് ചെയ്തിട്ട് ഈ ചിരഞ്ജീവി പോയി കോൺഗ്രസ് ചേർന്നു. പവൻ കല്യാൺ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ 2ാമത്തെ തവണ മത്സരിച്ചു, അയാൾ ഉപമുഖ്യമന്ത്രിയായി. ആൻഡ് ഹീ ഈസ് എ ഡാർലിംഗ് ഓഫ് ദ ക്രൗഡ്. ഡൽഹിയിലൊക്കെ അയാൾക്ക് ഭയങ്കര ഇൻഫ്ലുവൻസായി. ഈവൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ അത്രയും തന്നെ പ്രാമുഖ്യം അയാൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് അനദർ തിങ്. പക്ഷേ ഈ വിജയ് ജോസഫിൻ്റെ കാര്യം വളരെ എന്താ പറയണ, എടുത്തു പറയേണ്ടതാണ്. ഒരു കത്തോലിക്കൻ ഇങ്ങനെ പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്തു, നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് മുൻപോയത്. അതൊരു സംഭവമാണ്. പിന്നെ ഉള്ളത് പോണ്ടിച്ചേരിയിൽ എല്ലാവർക്കും അറിയായിരുന്നു രംഗസ്വാമി തിരിച്ചു വരും, NDA തിരിച്ചു വരുന്നു. ആസാം എല്ലാവർക്കും അറിയായിരുന്നു, അവിടെ നല്ല ഭരണമായിരുന്നു, സുതാര്യമായ ഭരണം, ഒരു അഴിമതി രഹിത ഭരണം. വളരെ ഹെമന്ത ബിശ്വ ശർമ്മ വളരെ നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്. ബംഗാൾ ജനങ്ങൾ മടുത്തു, എങ്ങനെയെങ്കിലും ഈ മറുതേനെ ഒന്ന് പുറത്താക്കണം എന്നായിരുന്നു. അത് അവർ സാധിച്ചു. ഇതിലിപ്പോൾ കേരളം മാത്രമാണ് ഇങ്ങനെ ആയിപ്പോയത്. കേരളത്തിലെ പിണറായി അടക്കം പിന്നിലാണെന്ന്. ഇത് ഇപ്പോൾ പിണറായി പിന്നിലാണ്, സ്റ്റാലിൻ പിന്നിലാണ്, മമത പിന്നിലാണ്. അങ്ങനെയാണെങ്കിൽ 3 മുഖ്യമന്ത്രിമാരും തോക്കുന്ന അവസ്ഥയിലെത്തില്ലേ? 3 മുഖ്യമന്ത്രിമാരും പിന്നോട്ട് പോയിരിക്കുകയാണ്. അത് അവരുടെ മറ്റേ സ്വഭാവ മഹിമയുടെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പിണറായി തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ധാർഷ്ട്യം എന്നുള്ളത് അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ജനങ്ങളോട് ഒരു എന്താ പറയുക മാന്യത കാണിക്കാമായിരുന്നു അദ്ദേഹത്തിന്. ഇനിയിപ്പോൾ വരാൻ പോണ ആൾ എങ്ങനെയുള്ളതെന്ന് അറിയില്ല. ഏതായാലും അന്തിമ വിധി നമുക്കൊരു 2-3 മണിക്കൂറിനുള്ളിൽ വ്യക്തമാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം മാറി മറയാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ഇപ്പോഴത്തെ നില കണ്ടിട്ട് എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല പ്രിയൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയാ 90 സീറ്റ്, അതോ 100 സീറ്റിലേക്ക് എത്തുന്നു. അയ്യോ, ലീഡല്ലേ സാർ? പക്ഷെ ലീഡ് മാറാമല്ലോ ചിലപ്പോൾ. നോക്കാം നമുക്ക്. ഈ എന്താ അത്ര വലിയ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് അതാണ്, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം
CPM കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ജയിച്ചാൽ തന്നെ എന്താണ് അവർ ജയിക്കും എന്നുള്ള ഒരു ചെറിയൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിന് ഞാനിവിടെ ഇന്ത്യ ലെവലിൽ വന്നപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിനെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ LDF ജയിക്കും നേരിയ ഭൂരിപക്ഷത്തിന്, സ്ലൈറ്റ് അഡ്വാൻറ്റേജ്. നമ്മൾ ടെന്നീസ് കളിക്കുമ്പോഴൊക്കെ പറയില്ലേ, അഡ്വാൻറ്റേജ് കോണേഴ്സ് ഓർ അഡ്വാൻറ്റേജ് ബിയോണ്ട് ബോർഗ് എന്ന് പറയും, ഒരു പോയിന്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതേപോലെ അഡ്വാൻറ്റേജ് LDF എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് നിർത്തിയത്. അത് മറ്റേവർ വളരെ ശക്തിയായി സർവീസ് ചെയ്തിട്ടുള്ളത് ഞാൻ മറന്നു ആ കാര്യം.